തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ജീവനക്കാർ ശമ്പള പരിഷ്കരണം എഴുതി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ പോയിട്ട് കുറേ ദിവസങ്ങളായി. ശരിക്കും പറഞ്ഞാൽ ആ പ്രപ്പോസൽ പാസ്സായതായിരുന്നു എന്നാണ് ഞങ്ങൾ സ്ട്രോങ് ആയി വിശ്വസിക്കുന്നത്. പക്ഷേ അതിനിടയിൽ അത് പാസ്സാകുന്ന ആ പ്രോസസ്സിനിടയിൽ ഒരു ഹിച്ച്, ഒരു അണ്ടർ സെക്രട്ടറിയുടെ ലെവലിൽ നിന്നൊരു ഹിച്ച് വന്നു ഫിനാൻസിൽ. അത് LSGയുടെയും ഫിനാൻസും തമ്മിലുള്ള ഒരു കോൾഡ് വാറിലാണത് മുടങ്ങിയത്. എന്തായാലും അത് നിന്നു. പക്ഷേ അതിന് ശേഷം ഇന്ന് ഒരു ഒരു ഇതിൻ്റെ തമ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാർഡ് കേരളത്തിൽ വ്യാപകമായി ഫേസ്ബുക്കിൽ കറങ്ങുന്നുണ്ട്. അത് CITU വിഭാഗത്തിൻ്റെ ഒരു കാർഡാണ്. അവർ അത് മുഖ്യമന്ത്രിയുടെ പടമൊക്കെ വെച്ചുകൊണ്ട് NRGSന് ശമ്പളം കൂട്ടി എന്നൊരു വാർത്ത പറയുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി കയറി വന്നിട്ടുണ്ട്. അതായത് ബഡ്ജറ്റിനെക്കുറിച്ച് 2 ദിവസമായി നിയമസഭയിൽ നടക്കുന്ന പൊതുചർച്ച ബുധനാഴ്ച അവസാനിക്കും. ഇന്ന് അവസാനിക്കും. മന്ത്രി KN ബാലഗോപാൽ ചർച്ചയ്ക്ക് മറുപടി പറയുകയും ചെയ്യും. ആ കരാർ ജീവനക്കാരുടെ ജീവനക്കാരുടെ ശമ്പളം 5% കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നു. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മന്ത്രി പറയും എന്നാണ്. ചർച്ചയിൽ MLA മാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിച്ച് പുതിയ പദ്ധതികൾക്ക് പണം വകയിരുത്താനും സാധ്യതയുണ്ട്. 2 ദിവസമായി പ്രതിപക്ഷം പക്ഷേ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അസംബ്ലിയിൽ വളരെ ഗുരുതരമായ തർക്കങ്ങളും വഴക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ന്യൂസ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട്. 2 ന്യൂസും ഇതിനകത്ത് നമ്മൾ വാർത്തയിൽ പറയുന്നു. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി എന്തെന്നുള്ളത് നമുക്ക് ഉത്തരവായി രൂപത്തിൻ്റെ ഇതിൽ പുറത്ത് വന്നിട്ടില്ല. അപ്പോഴും പക്ഷേ തൊഴിലുറപ്പുകാരെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ട് ഇപ്പോഴും. എന്നാൽ അവർക്ക് ആവശ്യമായൊരു ഉത്തരവ് ഇറങ്ങേണ്ടതാണ്. കാരണം അവർക്കുള്ള പക്കായിട്ടുള്ളൊരു പ്രപ്പോസൽ പോയി. അതിൽ എഞ്ചിനീയർമാരുടെ സാലറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൈക്കിനെ സംബന്ധിക്കുന്ന ഒരു വ്യത്യാസം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എന്നാണ് അറിയുന്നത്. പക്ഷേ എഞ്ചിനീയർമാരത് നിഷേധിക്കുന്നു, അങ്ങനെയല്ല എന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാവുന്നതാണ്. കാരണം 9% എടുക്കാം. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് നേരത്തെ 5 മുതൽ 6% വരെ മാക്സിമം എടുക്കാൻ കഴിയുള്ളായിരുന്നു. ഇപ്പോൾ 9% എടുക്കാൻ കഴിയും. അതുകൊണ്ട് നിർബന്ധമായും തൊഴിലുറപ്പുകാർക്ക് നല്ല നിലയിലുള്ള ശമ്പള വർധനവ് കൊടുക്കാൻ കഴിയും. പിന്നെ തൊഴിലുറപ്പുകാരുടെ മറ്റൊരു ഡിമാൻഡ്, ജീവനക്കാരുടെ മറ്റൊരു ഡിമാൻഡ്, അവർക്ക് ഈ പദ്ധതി തീരുന്നത് വരെ അവരെ സ്ഥിരപ്പെടുത്തണം. ഇടയ്ക്കിടയ്ക്ക് അവരെ പിരിച്ചുവിടരുത്, പദ്ധതി തീരുന്നവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു പ്രോജക്റ്റ് മോഡിലായതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിരതയില്ല. എപ്പോൾ വേണമെങ്കിലും അവരെ പിരിച്ചുവിടാം എന്നുള്ളൊരു രീതിയുണ്ട്. പക്ഷേ അതിന് പകരമായി അവരെ ഈ പ്രോജക്റ്റ് കാലയളവ് വരെ, കാരണം പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിനൊരു എൻഡിങ് ഉണ്ടായിരിക്കും. സ്കീം എല്ലാ കാലവും തുടരണമെന്ന് നിർബന്ധമില്ല. ഗവൺമെൻറ്റുകൾക്ക് ഇപ്പോൾ തന്നെ പല രൂപത്തിൽ മാറ്റിയല്ലോ, അത് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അതുകൊണ്ട് പല രൂപത്തിൽ മാറും. അപ്പോൾ മാറുമ്പോൾ സ്കീം എന്തെങ്കിലും നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും, അത് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെ വരാതെ അതുവരെയെങ്കിലും, അത് എത്ര വർഷം, 10 വർഷമോ 20 വർഷമോ എത്ര വർഷം തുടരും, അത്രയും കാലത്തേക്ക് ജോലി വേണം എന്നുള്ള നിലയിലാണ് ഒരു സ്ഥിരത പോലെ സ്കീമിൻ്റെ അവസാനം വരെ ജോലി തരും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ വേണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശവും ഡിമാൻഡുമൊക്കെ തൊഴിലുറപ്പ് ജീവനക്കാരിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു ഉത്തരവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനെ സംബന്ധിക്കുന്ന വ്യാപകമായ വാർത്തകളാണ് പല രൂപത്തിൽ പത്രത്തിലും. അതുപോലെ തന്നെ കൂട്ടുമെന്നും 5% കരാറുകാർക്ക് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കൂടും. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്, ഇവരുടെ ഒരു പ്രപ്പോസൽ അവിടെ കിടപ്പുണ്ട്. ആ പ്രപ്പോസലിന് ഉത്തരവായോ ഇല്ലയോ നമുക്കറിയില്ല. അതിനിടയിലാണ് പല വാർത്തകളും പ്രചരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരവ് ലഭിക്കുമോ എന്ന് നോക്കാം.